നെടുങ്കണ്ടത്തിൽ നിന്നും തേനിയിലേക്ക് പോകുന്ന പഴയ പാതയിൽ ഒരിടത്ത് ഒരു ചെറിയ ബസ് സ്റ്റോപ്പുണ്ട്. നിലം പൊട്ടിപ്പൊളിഞ്ഞ സിമന്റ് സീറ്റും മങ്ങിയ വെളിച്ചമുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റും. ചെറിയ ഒരു മഴ പെയ്താൽ പോലും വെള്ളം നിറയുന്ന ഒരു പഴയ ഷെഡ്. രാത്രി 12 മണി കഴിഞ്ഞാൽ ആ സ്റ്റോപ്പിലൂടെ ആളുകൾ കടന്നു പോകാറില്ല. കാരണം വർഷങ്ങളായി കേൾക്കുന്ന ഒരു കഥയാണ്. അവിടെ ഒരിക്കൽ അപകടത്തിൽ ഒരു പെൺകുട്ടി മരിച്ചു എന്നും അവളുടെ കാത്തിരിപ്പ് ഇന്നുവരെ തീർന്നിട്ടില്ല എന്നുമാണ് ആ കഥ. അതെല്ലാം ഓരോ കെട്ടുകഥകളാണെന്ന് കരുതിയതായിരുന്നു നിഖിൽ. അവൻ ജോലി ചെയ്തിരുന്നത് തേനിയിലാണ്. 27-കാരനായ നിഖിൽ അവധിക്ക് വീട്ടിൽ ചെന്ന ശേഷം തിരിച്ചു വരാൻ വൈകിയതുകൊണ്ട് ശേഷിക്കുന്ന ഒറ്റ ബസ് പിടിക്കാനായിട്ടാണ് അർദ്ധരാത്രി 12 മണിക്ക് ഈ സ്റ്റോപ്പിലെത്തിയത്. ഇത്ര വലിയ റോഡായിട്ടും വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം പകുതിയായി മങ്ങുകയും ഒരു നിമിഷം തെളിഞ്ഞ് അടുത്ത നിമിഷം കുലുങ്ങുകയും ചെയ്തു. നിഖിൽ ഫോൺ നോക്കി. നെറ്റ് പോയിരിക്കുന്നു. ബസ്സിന്റെ ടൈം ടേബിൾ നോക്കാൻ പോലും ഡാറ്റ വന്നില്ല. അവൻ സ്വയം പറഞ്ഞു, ഇന്നത്തെ അവസാന ബസ് 12:10-നാണ്. ഇനി 10 മിനിറ്റ് കൂടി. തണുപ്പ് കൂടി വന്നതോടെ അവൻ ജാക്കറ്റിന്റെ സിപ്പ് ഒന്നുകൂടി കയറ്റിയിട്ട് ഷെഡിനുള്ളിലിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. പെട്ടെന്നാണ് അവൻ ഷെഡിന്റെ ചുവരിലെ എഴുത്തു ശ്രദ്ധിച്ചത്. ആരും ഇവിടെ ഒറ്റയ്ക്ക് കാത്തു നിൽക്കരുത്. ചുവന്ന പെയിന്റിൽ എഴുതിയതാണെന്ന് തോന്നി. എന്നാൽ അടുത്തു നോക്കുമ്പോൾ പെയിന്റ് പോലെ തോന്നിയില്ല. ഉണങ്ങിയ രക്തം പോലെ. ചെളിയോ പഴയ പെയിന്റോ ആവും, അവൻ മനസ്സിൽ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ബസ് വന്നില്ല. അവനു അലസതയും അസ്വസ്ഥതയും കൂടി. ഷെഡിന് പുറത്തേക്കിറങ്ങി റോഡിന്റെ ഇരുവശവും നോക്കി. ബസ് സ്റ്റോപ്പിന്റെ മുൻവശത്തെ ചെറുപാതയിൽ മങ്ങലുള്ള വെളിച്ചത്തിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതുപോലെ തോന്നി. വെള്ള സൽവാർ, നീണ്ട മുടി, കയ്യിൽ ഹാൻഡ് ബാഗ്. ഇവളിവിടെ ഇത്ര രാത്രി? നിഖിൽ ആശ്ചര്യപ്പെട്ടു. അവൾ ഒന്നും പറയാതെ നിശ്ചലമായി നോക്കിക്കൊണ്ടിരുന്നു. മുഖം വ്യക്തമായി കാണുന്നില്ല. ബസിന്റെ സമയം അറിയാമോ? നിഖിൽ ചോദിച്ചു. പെൺകുട്ടി മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അല്പം ചിരി പോലെ തോന്നുന്ന മുഖഭാവം. അവൾ പെട്ടെന്ന് തല വലത്തോട്ടേക്ക് ചരിച്ചു, നിശ്ചലമായി. അത് കണ്ട നിഖിലിന്റെ നെഞ്ചിലൂടെ ഒരു തണുപ്പ് പാഞ്ഞുപോയി. അവളുടെ ചലനത്തിൽ എന്തോ പന്തികേട് തോന്നി നിഖിൽ പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ ചോദിച്ചത്. പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവന്റെ ശബ്ദം വിറച്ചുപോയി. വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടി അപ്രതീക്ഷിതമായി വലത് കൈ ഉയർത്തി സ്റ്റോപ്പിന്റെ പിന്നിൽ കാണാത്ത ഒരു ദിശയിലേക്ക് വിരൽ ചൂണ്ടി. നിഖിൽ തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നു. എന്നാൽ അവനൊന്നും മനസ്സിലാവാതെ നേരെ നോക്കിയപ്പോഴേക്കും പെൺകുട്ടി അപ്രത്യക്ഷമായിരുന്നു. പാത മുഴുവൻ ശൂന്യം. ഒരു നിമിഷം മുമ്പ് തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന അവൾ ഓടിപ്പോയ ശബ്ദവും കേട്ടില്ല. ഇനി എനിക്ക് തോന്നിയതാണോ? അവൻ സ്വയം മന്ത്രിച്ചു. ചെറിയ ഭീതിയോടെ അവൻ വീണ്ടും ബസ് സ്റ്റോപ്പിലിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ സീറ്റിലിരുന്ന നിമിഷം അവൻ പിറകിലേക്ക് നോക്കി. സീറ്റിന്റെ സിമന്റ് പ്രതലത്തിൽ വിരലുകൾ കൊണ്ട് ചുരണ്ടിയപ്പോൾ ഒരു വര. ആ വര നിഴൽ പോലെ നീളുന്നു. ഇവിടെ മുമ്പ് ഇതുണ്ടായിരുന്നില്ലല്ലോ. അവനു ഭയം കൂടി വന്നു. ബാഗിൽ നിന്ന് വെള്ളക്കുപ്പി എടുത്തപ്പോൾ അപ്രതീക്ഷിതമായി ഫോണിൽ ലൈറ്റ് തെളിഞ്ഞു. 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. 10 മിനിറ്റിൽ വരേണ്ട ബസ് 30 മിനിറ്റ് കഴിഞ്ഞിട്ടും വന്നിട്ടില്ല. അവന് ദേഷ്യവും വിഷമവും തോന്നി. ഫോൺ എടുത്ത് ആരെയെങ്കിലും വിളിക്കാൻ നോക്കി. പക്ഷേ റേഞ്ചില്ല. ഫോണിന്റെ ബ്രൈറ്റ്നസ് കുറയുമ്പോൾ സ്ക്രീനിൽ അല്പം മങ്ങലുള്ള ഒരു റിഫ്ലക്ഷൻ കാണപ്പെട്ടു. നിഖിൽ പതുക്കെ ഫോൺ ചരിച്ചു നോക്കി. സ്ക്രീനിൽ അവന്റെ പിന്നാലെ ഒരാളുടെ നിഴൽ. അവൾ, ആ പെൺകുട്ടി. മുഖം അല്പം ഉയർന്ന നിലയിൽ, കണ്ണുകൾ ഇരുണ്ട ശൂന്യത പോലെ. നിഖിൽ പെട്ടെന്ന് തിരിഞ്ഞു. അവിടെ ആരുമില്ല. ഹൃദയമിടിപ്പ് അതിരിവിട്ടതോടെ അവൻ സ്റ്റോപ്പിൽ നിന്ന് പുറത്തേക്ക് നടന്നു. റോഡിന്റെ നടുവിൽ നിന്നപ്പോൾ ദൂരെ നിന്നും ഒരു ശബ്ദം കേട്ടു. എനിക്ക് പോകേണ്ട അവസാന ബസ് ഇതുവരെ വന്നില്ല. ശബ്ദം ഒരു പെൺകുട്ടിയുടേതായിരുന്നു. പക്ഷേ ഏതു ഭാഗത്തുനിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാനാവുന്നില്ല. അവൻ മുന്നോട്ട് 2 അടി നടന്നു. പെട്ടെന്ന് തണുത്ത കാറ്റ് വീശി. സ്റ്റോപ്പിന്റെ സ്ട്രീറ്റ് ലൈറ്റ് പൂർണ്ണമായി അണഞ്ഞു. വെറും നിശ്ചലമായ ശ്വാസധ്വനി മാത്രം. അവനെന്തോ പിന്നിൽ നിന്ന് അടുത്തു വരുന്നുവെന്ന് തോന്നി. വലിയ ശ്വാസം, ചെറുവായു, നിഷ്ഠൂരമായ വിറയൽ. അവൻ മുന്നോട്ട് ഓടാൻ തുടങ്ങി. പക്ഷേ ഓരോ പടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇടതുവശത്തെ മരങ്ങൾക്കിടയിൽ ആ പെൺകുട്ടിയുടെ രൂപം വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ അവൻ ദൂരെ ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് കണ്ടു. അതൊരു ജീപ്പായിരുന്നു. അവന് നല്ല ആശ്വാസം തോന്നി. ഉടൻ തന്നെ കൈ കാണിച്ചു. ജീപ്പ് അവന്റെ അടുത്ത് വന്ന് നിർത്തി. ഡ്രൈവർ ഒരു മധ്യവയസ്കൻ. മോനെ, ഈ സമയം ഇവിടെ ഒറ്റയ്ക്കെന്തിനു വന്നു? ഡ്രൈവർ ചോദിച്ചു. നിഖിൽ വിറച്ചു സംസാരിക്കാൻ തുടങ്ങി. സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി. അവൾ. ഡ്രൈവറിന്റെ മുഖം ഗൗരവമായി. എന്നിട്ട് പറഞ്ഞു, അവൾ നിനക്ക് വഴി പറഞ്ഞു തരാൻ വന്നതാ. എന്ത്? ഡ്രൈവർ തുടർന്നു. ഈ ബസ് സ്റ്റോപ്പിൽ 17 വർഷം മുൻപ് ഒരു അപകടം നടന്നിരുന്നു. ജോലി കഴിഞ്ഞു വീട്ടിൽ പോകാനിറങ്ങിയ ആര്യ എന്ന പെൺകുട്ടി വണ്ടി ഇടിച്ചു മരിച്ചു പോയിരുന്നു. അവളുടെ ആത്മാവ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആരെയും അപകടത്തിൽപ്പെടാതെ രക്ഷിക്കാനാണ് വരുന്നത്. നിഖിൽ നിസ്സാരമായി ചിരിക്കാൻ നോക്കി. എങ്കിൽ അവൾ എന്തിനാണ് എന്നെ ഭയപ്പെടുത്തിയത്? ഡ്രൈവർ പറഞ്ഞു. കാരണം അവിടെ ഒറ്റയ്ക്ക്
രാത്രിയിൽ ആ ദുരന്തമുണ്ടായ ബസ് സ്റ്റോപ്പിൽ അവസാന ബസ് കാത്തിരിക്കുകയായിരുന്നു അവളും. ഡ്രൈവർ നിഖിലിനോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി. നിഖിൽ ശ്വാസം വിട്ട് പിന്നോട്ട് നോക്കി. ബസ് സ്റ്റോപ്പിന് താഴെ സ്ട്രീറ്റ് ലൈറ്റ് പെട്ടെന്ന് തെളിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ ആ പെൺകുട്ടി വീണ്ടും വെള്ള സൽവാർ, തീക്ഷ്ണതയുള്ള കണ്ണുകൾ, കൃത്യമായി നിഖിലിനെ തന്നെ നോക്കി നിൽക്കുന്നു. ജീപ്പ് മുന്നോട്ട് പോയപ്പോൾ ഡ്രൈവർ പറഞ്ഞു, അവളെ കാണാൻ കഴിയുന്നത് ചിലർക്ക് മാത്രമാണ്. അവൾ ഇഷ്ടം തോന്നുന്നവരുടെ മുന്നിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. നിഖിൽ പതുങ്ങിയ ശബ്ദത്തിൽ ചോദിച്ചു, എന്തിന്? ഡ്രൈവറിൻ്റെ കണ്ണുകൾ റോഡിൽ തന്നെ മൃദുവായി മറുപടി നൽകി, ഒരു ദിവസം ഒരാൾ വന്നേക്കും അവളുടെ കഥ പൂർത്തിയാക്കാൻ. ജീപ്പ് ഏറെ ദൂരം പിന്നിട്ടു. നിഖിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ബസ് സ്റ്റോപ്പ് കണ്ണെത്താ ദൂരത്തായിരുന്നു. ആ പെൺകുട്ടിയെപ്പറ്റിയുള്ള കഥ, അവൾ കാത്തിരിക്കുന്നത് എന്തിനാണെന്നോ അന്നേരം അവന് മനസ്സിലായില്ല. അതേ രാത്രി കിടക്കാൻ പോയപ്പോൾ അവൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അലേർട്ടിന് താഴെ ഒരു മങ്ങിയ ചിത്രം. ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടിയിരിക്കുന്നു. പകുതി വെളിച്ചത്തിൽ മുഖം വ്യക്തമായി കാണാം. ആര്യ. പിന്നിൽ അവൾ എഴുതിയൊരു വരി, ഇനിയൊരിക്കലും ഒറ്റയ്ക്ക് കാത്തിരിക്കണ്ട. നിഖിൽ ഫോൺ ഓഫ് ചെയ്ത് കിടന്നു. പക്ഷെ കാതിലിപ്പോഴും കേൾക്കുന്നു സംഗീതം പോലെ ഒഴുകുന്ന ആ ശബ്ദം. എനിക്ക് പോകേണ്ട അവസാന ബസ് ഇതുവരെ വന്നില്ല.